السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. മദദ് റിയാദു സാലിഹിൻ ക്ലാസ് 209 ഹദീസ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളെ സദക്ക, അതായത് സക്കാത്ത്, സദക്കാൻ ചൊല്ലത് ഫർളായ സദക്കത്ത് കയറ്റിക്കുന്ന സക്കാത്തും ചൊല്ലെ. അപ്പൊ അത് പിരിച്ചെടുക്കുകയായി ഒരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയമിച്ചത്. സക്കാത്ത് ആട്, പൈ, വണ്ട ഇതിൽ സക്കാത്ത് ഉണ്ട്. ഈത്തപ്പല കറക്കൽ സക്കാത്ത് ഉണ്ട്. അപ്പൊ അതിലെ വർഷത്തിൽ ഇത്ര എന്ന് അങ്ങ് സക്കാത്ത് നിർബന്ധമായ സംഖ്യ അത് ഏൽപ്പിക്കണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പിരിക്കുകയായിട്ട് ഒരാളെ നിയമിച്ചത്. അപ്പൊ അയാള് പോയിട്ട് അയാൾ എടുത്തോൻ പത്ത് എല്ലാം ആ സക്കാത്തിന് മുതലെല്ലാം അവിടെ എത്തുവാട്ടിട്ട് അയാൾ ചെന്ന് ഇത് നണ്ടിട്ട് സക്കാത്തായി പിരിക്കുവാനായിട്ട് ഏൽപ്പിച്ചതും ഇത് നക്ക് മനുഷ്യന്മാർ ഹദിയായിട്ട് തന്നതും എന്ന് അയാൾ വന്നിട്ട് ചെന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് അണ്ട് ജനങ്ങളെ അവിടെ അണ്ടത്താണാലും നിസ്കാരത്തിൽ പിന്നെ അഭിസംബോധന ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ സംബന്ധിച്ച് പേടിപ്പാട്ടിച്ചത്. ನಾನು സക്കാത്ത് തറകുബേന പിരിക്കോബേനായി ഏൽപ്പിച്ച് ഒരാൾ നിയമിച്ചിട്ടും കണ്ടെങ്കിൽ അയാൾ വന്നിട്ട് ഇത് നിങ്ങൾക്ക് ഇത് നല്ലതെന്ന് ചൊല്ലാൻ കണ്ടെങ്കിൽ ഒരു വസ്തു ഏതെങ്കിലും ആക്രമിച്ചെടുത്തിറാൻ കണ്ടെങ്കിൽ അയാൾക്ക് ഹലാലല്ലാത്തത് അയാൾ കൈവശപ്പെടുത്തിയിട്ട് കണ്ടെങ്കിൽ ഖിയാമത്തിനാൽ അത് പുറത്തേണ്ടി വരും. അത് പുറത്തോണ്ട് അയാൾ പറയേണ്ടി വരും. അത് ഒണ്ട കട്ടതെന്ന് കണ്ടെങ്കിൽ ആ ഒണ്ടയുടെ അവൻ പുറത്തോണ്ട് പറഞ്ഞാവും. അത് ആ ആട് കട്ടതെങ്കിൽ ആ ആടിലെ അതിലെ കറച്ചലിക്കുട്, അതായത് ആട് ആക്കടെ കറച്ചൽ, പൈ ഒണ്ടാണെങ്കിൽ ഒണ്ട ശബ്ദിക്കുന്ന ആ ശബ്ദം അത് എന്താ ശബ്ദിച്ചോണ്ടിരിക്കുന്നത് ഓൻ അതിനെ പുറത്തോണ്ട് വേണ്ടി വരും. പൈ ആണെങ്കിൽ അങ്ങനെ. അപ്പൊ ഏത് ഒരാൾ അവനക്ക് അവകാശപ്പെടുത്ത അവനക്ക് ഹലാലല്ലാത്തത് അവൻ കൈവശപ്പെടുത്തിയാൽ കണ്ടെങ്കിൽ ഖിയാമത്തിനാലുമായിട്ട് അത് അവൻ കൊണ്ടുവരേണ്ടി വരൂ എന്ന് ആ പിന്നെ വഞ്ചിച്ചെടുത്തതോ കട്ടെടുത്തതോ അത് അതിലെ അവകാശികൾക്ക് തിരിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ ഖിയാമത്തിനാൽ അവൻ അതിനെയും ചുമന്നോണ്ട് വരേണ്ടി വരും. കഴിഞ്ഞ ഹദീസിൽ അങ്ങ് വിവരിച്ചതായിട്ട് ഒരു ചാന് ഭൂമി വരെ ഒരാൾ കൈവശപ്പെടുത്താൻ കണ്ടെങ്കിൽ അതും അവന് പുറത്തോണ്ട് വരേണ്ടി വരൂ എന്നുള്ളത്. എന്തായിട്ട് ഇവിടെ ഹദീസ് എന്ന് നമുക്ക് നോക്കാം. വൻ അബി ഉമൈദിൻ അബ്ദുറഹ്മാൻ ഇബ്നു സഅദ് അസ്-സായിദി റളിയല്ലാഹു അൻഹു ഖാല. അബൂ ഉമൈദ് അബ്ദുറഹ്മാൻ ഇബ്നു സഅദ് അസ്-സായിദി റളിയല്ലാഹു അൻഹു ചൊല്ലുന്നത് ഇസ്തഅമല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റജുലൻ മിനൽ അസ്ദ്. അസ്ദ് ഗോത്രത്തിൽപ്പെട്ട ഒരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയമിച്ചു. അലൽ യുഖാലു ലഹു ഇബ്നുൽ ലുതുബിയ. അയാൾക്ക് ഇബ്നുൽ ലുതുബിയ എന്നായിട്ട് അയാൾ ചൊല്ലേ. അയാളെ പേര് അബ്ദുള്ള എന്നായിട്ട് ഇബ്നുൽ ലുതുബിയ ചൊല്ലേ. അല സ്വദഖത്തി, സക്കാത്തിനെ മേലായിട്ട് അയാളെ നിയമിച്ചത്. ഇസ്ലാമുടെ ഗവൺമെന്റിലിരിക്കുമ്പോൾ അല്ലെ ഖിലാഫത്തിൽ ഇന്ന ആ കാലഘട്ടത്ത് ഖലീഫന്മാരെല്ലാം ഭരണം നടത്തിയ 4 ഖലീഫന്മാർ ആ ഭരണകാലത്തിലൊക്കെ സക്കാത്ത് എന്താക്കിയെങ്കിൽ ഗവൺമെന്റ് ഏൽപ്പിച്ചോണ്ടിരുന്നത്. അങ്ങ് അതിനെ വിഹിതിച്ച ആൾമാർക്ക് കൊടുത്തോണ്ടിരുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സക്കാത്ത് പിരിച്ചെടുക്കുവാനായിട്ട് ഇബ്നുൽ ലുതുബിയ ചൊല്ലാൻ നിയമിച്ചത്. അയാളെ പേര് അബ്ദുള്ള ആയിട്ട്. ഫലമ്മ ഖദീമ, അയാൾ മുന്നിട്ട് വന്നപ്പോൾ ഇതെല്ലാം ആയിട്ട് സ്വറലെത്തിന്നിട്ട് വന്നപ്പോൾ കാലച്ചെന്ന് ഹാദാ ലക്കും, ഇത് നിങ്ങൾക്ക്, വഹാദാ ഉഹുദിയയിലെ, ഇത് നക്ക് അങ്ങ് ഹദിയായിട്ട് തന്നത്. ഫഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറുടെ മേൽ നിന്നിട്ട് ഫഹമിദല്ലാഹു വഅസ്ന അലൈഹി, അല്ലാഹു അൽഹംദുലില്ലാഹ് ചെന്ന് അല്ലാഹു സ്തുതിച്ചെന്ന്. സുമ്മ ഖാല, എന്നിട്ട് നബി തങ്ങൾ ചെന്ന് അമ്മാ ബഅദ്, അതായത് ഒരു ഖുതുബ തുടങ്ങുമ്പോൾ അമ്മാ ബാദ് ചൊല്ലണം. അഷ്ഹദു അല്ല ഹംദ് സലാത്ത് സലാ എല്ലാം ചെന്നിട്ട് അമ്മാ ബാദ് ചെന്നിട്ട് ചൊല്ലി. ഫഇന്നി അസ്തഅമിലു റജുല, നിശ്ചയമായിട്ടും ഞാൻ നിയമിക്കുന്ന റജുല ഒരാളെ, മിൻകും നിങ്ങളിൽ നിന്ന് ഒരാളെ, അലൽ അമലി ഇന്നൊരു സ്വറത്തെ മേൽ, മിമ്മ വല്ലാനി അള്ളാഹു, അള്ളാഹു താല നക്ക് തന്ന ആ വിലായത്ത് അധികാരം, ആ അധികാരത്തിൽ നിന്നുകൊണ്ടായിട്ട് നാളെ നിയമിക്കേ. ഫയഅതി, എന്നിട്ട് അയാൾ വണ്ട് ഫയഖൂലു ചൊല്ലു ഹാദാ ലക്കും, ഇത് നിങ്ങൾക്ക്, വഹാദാ ഹദിയത്തുൻ ഉഹുദിയത്തിലെ, ഇത് നക്ക് തന്ന ഹദിയാണ്ടായി വന്ന് ചൊല്ലു. അഫല ജലസ ഫീ ബൈതി അബീഹി ഔ ഉമ്മിഹി, അവനക്ക് അവൻ്റെ ഔത്തൽ ബാപ്പയുടെ ഔത്തലോ ഉമ്മയുടെ ഔത്തലോ ദീക്കത്തല്ലേ. ഹത്താ തഅതിയ ഹദിയത്തുഹു, അവനക്ക് കിട്ടുന്ന ഹദിയനക്ക് അവൻ ബറട്ട് അവൻ്റെ ഔത്തുക്ക് ബറന്തല്ലേ. ഇൻകാന സ്വാദിഖൻ, അവൻ നേരെ ചൊല്ലു അവനുണ്ടെങ്കിൽ ഔത്തുക്ക് തെച്ചപ്പ
അല്ലേ? ഇപ്പൊ ഞങ്ങൾ നിയമിച്ചത് കൊണ്ട് ഓന് പോയിട്ട് ഓനത് കിടുത്ത് ഓനിപ്പോ നേരെ ഇത് നക്ക ഹദിയ തന്നതിന് ഓൻ ചൊല്ലാൻ കണ്ടെങ്കിൽ ഓന്റെ ഔത്തർ ഓന്നത് എന്റെ അബ്ബടെ ഔത്തറോ ഉമ്മടെ ഔത്തറോ ഓന്ന് വെച്ചിട്ടാകുമ്പോ അത് കിട്ടണില്ലല്ലേ? വല്ലാഹി അള്ളാഹനെ തന്ന സത്യം, നിങ്ങളിൽ നിന്ന് ഒരാളും ഒരു വസ്തു എടുക്കുന്നില്ല ബിഗൈരി ഹഖ്ഖിഹി, അതിലെ ഹക്ക് കൂടാണ്ട് അവനക്ക് അവകാശപ്പെടാത്ത അവൻ എടുക്കില്ല. ഇല്ലാ ലഖിയല്ലാഹ തആല, അവൻ അള്ളാഹുവിനെ കണ്ടെത്തിച്ചിട്ടല്ലാതെ. യഹ്മിലുഹു, അതിനവന് പൊറുക്കുന്നു. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാൾ അതും അവന് പേരിട്ട് പൊറുത്തുകൊണ്ട് പോകും. ഫലാ അരിഫന്ന അഹദൻ മിൻകും, നിങ്ങളിൽ നിന്ന് ഒരാളെയും ഞാൻ അറിയാതിരിക്കട്ടെ. ലഖിയല്ലാഹ, അള്ളാഹുവിനെ അവൻ കണ്ടെത്തിക്കുന്നു. യഹ്മിലു, അവൻ ചുമക്കുന്നു. ബഈറൻ, ഒട്ടകത്തിന്. ലഹു, ആ ഒട്ടകത്തിനെ കണ്ട് റുഹാവുൻ, അതിന്റെ ശബ്ദം. ഇപ്പൊ പൈയുടെ ശബ്ദിക്കുക, ആടേതവരെ ശബ്ദിക്കുക, അതുപോലെ വണ്ട അതൊരു ബൊബെറ്റ് അതൊരു ശബ്ദിക്കുക. അത് കഴിഞ്ഞിട്ട് ഈ റുഹാവ് ചൊല്ലെ ആ വണ്ട പുറത്തോണ്ട് വരുമ്പോഴത്തേക്ക് അതതിൻ്റെതായ ശബ്ദിക്കരുത്. ഔ ബക്കറത്തൻ അല്ലെ ഒരു പൈ ലഹ, ആ പയ്യനിക്കുണ്ട് ഹുവാറുൻ, അതിന്റെ ശബ്ദം. അപ്പൊ പൈ ബുൾപുട്ട രീതിയുണ്ട്, അത് അങ്ങനെ ബുൾപുട്ടോണ്ടായിട്ടിരിക്കണം. ഓനതിൽ പുറത്തോണ്ട് വരുമ്പോൾ അത് അങ്ങനെ ബുൾപുട്ടോണ്ടിരിക്കണം. ഔ ഷാത്തൻ, അല്ലെങ്കിൽ ആട് തയ്യറു, ആ ആടേതായ ശബ്ദം ശബ്ദിക്കരുത്. അങ്ങനെ ഒരു പുറത്തോണ്ട് ഒരാളവസ്ഥ, അങ്ങനെ ഒരാളെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഞാൻ അറിയാട്ടിക്കട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നു. സുമ്മ റഫഅ യദൈഹി, എന്നിട്ട് നബി തങ്ങൾ കൈ രണ്ടും ഉയർത്തിട്ട് ഹത്താ റുഇയ ബയാദു ഇബ്തി, നബിയുടെ ഈ തൊക്കുടെ അടിയിലെ ഈ ഭാഗം കാണ്ട രീതിയിലായിട്ട് തൊക്കുടെ ആ വെളുപ്പ് കാണ്ട രീതിയിലായിട്ട് നബി തങ്ങൾ കൈ വയറ്റിയത്. ഫഖാല, എന്നിട്ട് ചെന്ന് അല്ലാഹു മഹൽ ബല്ലഗു, പടച്ചവനെ നക്ക് പടിപാട്ടി തന്നത് ഇങ്ങകല്ല ഞാൻ പടിപാട്ടി കൊടുത്തിട്ടില്ലേ? ನಾನು ದೀನ್ ಪ್ರಬೋಧನೆ ചെയ്തರೆ ನಾನು ಎತ್ತುವಟ್ಟಿರ ನಂಡಟ್ಟು ಏಲ್ಪಿಕപ്പെട്ട കാര്യം ഈ സമുദായത്തിന് ഞാൻ പടിപാട്ടി കൊടുത്തെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുത്തഫഖുൻ അലൈഹി. അപ്പൊ ഈ ഹദീസിൽ ഒരാൾ കട്ടെടുക്കണേന്ന് ചൊല്ലുന്നു, വഞ്ചനാക്കിയിട്ട് എടുക്കണേന്ന് ചൊല്ലുന്നത്, അയാൾക്ക് ഹലാലല്ലാത്തത് അയാൾ കയ്യിൽ വെക്കണമെങ്കിൽ അതിലെ ഗൗരവമായിട്ട് പടിപ്പാട്ടിയത് ഖിയാമത്ത് നാൾ പറയുമ്പോൾ അത് പുറത്തോട്ട് വേണ്ടി വരൂ. അത് ഭൂമിയാണെങ്കിൽ ഭൂമി, ആടാണെങ്കിൽ ആട്, വണ്ടാണെങ്കിൽ വണ്ട, പയ്യാണെങ്കിൽ പയ്യ്, എന്തായിട്ട് കൂടെ അവന് അവനുക ഹക്ക് അവന് പിന്നറാലെ ഹക്കായിട്ട് കൈവശപ്പെടുത്തിര ഉപയോഗപ്പെടുത്തിര എടുത്തോണ്ട അതിരെയും പൊറുത്തോണ്ടായിട്ട് കൂടെ അവന് വരേണ്ടത് അവൻ ഖിയാമത്തിനാലിൽ ബണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾ ഉണ്ടാവാണ്ടിക്കട്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പൊ അതിലൊരു ഗൗരവമായിട്ട് നബി തങ്ങൾ പേടിപ്പാട്ടിട്ട് നമുക്ക് ചൊന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഹലാലല്ലാത്ത ഒന്നും ഞങ്ങൾ എടുത്തൊളകോ കൈവശപ്പെടുത്തുകയോ തീര. അള്ളാഹു സജ്ജനങ്ങളിൽ സ്വാലിഹ്യങ്ങളിൽ ഞങ്ങൾ എല്ലാവരെയും കൊടുത്തി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് മുന്നത്തെ ഹദീസ് ഇന്നത്തെ ക്ലാസ്സിൽ കാതോർത്ത് എല്ലാവർക്കും അള്ളാഹു ഖൈറും ബറക്കത്തും സന്തോഷം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.